വയനാട്ടിലടക്കം കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്നലെയാണ് എത്തിയത്. ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ കാലവർഷം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒറ്റപ്പെട്ട മഴ ശക്തി പ്രാപിക്കുകയും പിന്നീട് ഇടവിട്ട സമയങ്ങളിൽ മഴ പെയ്യുകയും ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അതിതീവ്ര മഴയാണ് ജില്ലയുടെ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്തതോട് കൂടി തന്നെ മരങ്ങൾ കടപുഴകി വീണാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് ജില്ലയുടെ പല ഭാഗത്തും അപകടങ്ങൾ ഉണ്ടായി. വീടുകൾ ഭാഗികമായി തകരുന്ന സ്ഥിതിയുണ്ടായി. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബത്തേരി പൂമലയിൽ ഒരു സ്ത്രീക്ക് വീടിന് മുകളിലേക്ക് മരം വീണ് പരിക്കേറ്റു. അവരെ ബത്തേരിയിലെ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. അതിനുശേഷം ബത്തേരി എടത്തറ ഓഡിറ്റോറിയത്തിന് സമീപം ഒരു വിദ്യാർത്ഥിനിക്കും മരച്ചില്ല വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഗിറ്റാർ പഠിക്കാനായി കാറിൽ നിന്നിറങ്ങി പഠന കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്താണ് ഈ പെൺകുട്ടിക്ക്, കേണിച്ചിറ സ്വദേശിയായ പെൺകുട്ടിക്ക് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. ദേശീയപാതയിൽ പലയിടത്തും മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടായി. മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ചുരത്തിലാകട്ടെ രാവിലെ മാത്രമായിരുന്നു ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. പിന്നീട് ചുണ്ടേൽ, അതുപോലെ തന്നെ മീനങ്ങാടിക്കടുത്ത പ്രദേശങ്ങൾ എല്ലായിടത്തും ദേശീയപാതയിൽ മരങ്ങൾ വീണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ആണ് മരങ്ങൾ വെട്ടിമാറ്റിയത്. പലയിടത്തും ഗതാഗത തടസ്സം ഉണ്ടായി. വൺ വേ അടിസ്ഥാനത്തിലാണ് പലയിടത്തും വാഹനങ്ങൾ ഓടിത്തുടങ്ങിയത്. രാത്രി യാത്രാ നിരോധനം ഇല്ലെങ്കിൽ കൂടി രാത്രിയിലെ യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് ജാഗ്രതയോടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും തന്നെ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ജില്ലാ കേന്ദ്രത്തിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. മീനങ്ങാടിയിലെത്തിയ NDRF സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. 28 അംഗ സംഘം ഇന്ന് ഉച്ചയോട് കൂടിയാണ് മീനങ്ങാടിയിലെത്തിയത്. ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ഈ മഴക്കെടുതികൾ നിരീക്ഷിക്കാനും ഏതെങ്കിലും തരത്തിൽ ആപത്തുകൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും വേണ്ടി എത്തിയിട്ടുള്ളത്. ഏതായാലും കടുത്ത ജാഗ്രതയിലാണ് ജില്ല ഉള്ളത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മഴക്കെടുതികൾ പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാവരും ജാഗരൂകരാണ്. ഫയർഫോഴ്സ് സദാ സേവന സന്നദ്ധരായി ഉണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.